അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളുടെ അടുക്കലൊന്ന് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പം ഇന്നാണ് അതിന് പറ്റിയത്. ഇന്ന് ഇങ്ങനെ വരാനൊരു പ്രത്യേക കാര്യമുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഏകദേശം 5 വർഷമായിട്ടൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബറായിട്ട് ഉള്ള ഒരാളാണ്. ഷീലമ്മാസ് കിച്ചൺ എന്നുള്ള പേരുമായിട്ട് ഒരു വീഡിയോ തുടങ്ങി. ആ കോവിഡ് കാലത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയതാണ്. ഞാൻ റിട്ടയറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു രസത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും പോലെ ഈ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ കൂടി വരുമെന്ന് പറഞ്ഞതുപോലെ ആദ്യം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട, വെറുതെ വീഡിയോ ഇടാവല്ലോ എന്നും പറഞ്ഞ് ഞാനത് തുടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ആഗ്രഹം എന്തായെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കണമെന്നും എങ്ങനെയെങ്കിലും മോണിറ്റൈസ്ഡ് ആകണം എന്നുള്ള ഒരാഗ്രഹം തുടങ്ങി കേട്ടോ. മനുഷ്യരെ പൂന്താനം പറഞ്ഞിരിക്കുന്നത് പോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും എന്നൊക്കെ പറയുന്ന ആ ജ്ഞാനപ്പാനെ പറയുന്നത് പോലെയാണ് മനുഷ്യരുടെ കാര്യമെന്ന് ഞാൻ സമ്മതിക്കുന്നത് കേട്ടോ. എൻ്റെ കാര്യം കൊണ്ട് തന്നെ എനിക്കറിയാം. അപ്പോൾ ആദ്യം വെറുതെ തുടങ്ങിയ ഞാൻ പിന്നെ മോണിറ്റൈസ്ഡ് ആക്കണമെന്നും പറഞ്ഞ് 1000 സബ്സ്ക്രൈബേഴ്സിനെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതായി ത്വരയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 4000 വാച്ച് അവർ ആക്കാനുള്ള ഇതായി. അങ്ങനെ എല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഇങ്ങനെ മനസ്സിനകത്ത് ആഗ്രഹിച്ചാൽ സാധിക്കാത്ത കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 അവേഴ്സ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. പക്ഷെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ എപ്പോഴും മോണിറ്റൈസേഷൻ ആകുന്നത് നമ്മുടെ വീഡിയോ റീച്ച് ആയതിനു ശേഷം ആകുന്നതാണ് നല്ലത്. എൻ്റെ വീഡിയോ അങ്ങനെ വലിയ റീച്ചൊന്നും ആയില്ല. എനിക്ക് ആപ്പാടെ 3 or 4 വീഡിയോ ഞാൻ ഈ ഇട്ടുകൊണ്ടിരുന്നത് സർപ്പത്തിലെ പ്രധാന കാര്യങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം സർപ്പം തുള്ളലെന്ന് പറയുന്ന ഒരു സംഭവം കുറേ ഇട്ടപ്പോഴാണ് എനിക്ക് ധാരാളം വ്യൂ ടൈമും കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ മോണിറ്റൈസ്ഡ് ആയത്. പക്ഷെ ആ ഒരു സംഭവത്തിന് മാത്രമേ വ്യൂസ് കിട്ടാറുള്ളൂ. വേറെ ഞാൻ ഷീലമ്മാസ് കിച്ചൺ എന്നും പറഞ്ഞ് ഇട്ടെങ്കിലും ആ കിച്ചണിൽ ധാരാളം വല്ലതുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാചകം ഇടാറുണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള എൻ്റെ ടാലൻസ് എല്ലാം ഞാൻ പാട്ട്, ഡാൻസ്, ചൂളപ്പാട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിടും. പിന്നെ ബ്ലോഗ്സ് ഇടും. ഇങ്ങനെ പലതരത്തിലും എൻ്റെ ടാലൻസ് എല്ലാം കാണിക്കാനുള്ള ഒരു മാധ്യമം കൂടിയായിരുന്നു ഈ യൂട്യൂബ്. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ വീഡിയോസ് ഒന്നും റീച്ച് ആകുന്നതിന് മുമ്പേ തന്നെ ഞാൻ മോണിറ്റൈസേഷൻ എനിക്ക് കിട്ടി. പക്ഷേ മോണിറ്റൈസേഷൻ അങ്ങനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ വീഡിയോസ് നന്നായിട്ട് റീച്ച് ആയതിനു ശേഷം, അതിന് കൂടുതൽ നന്നായിട്ട് വ്യൂവേഴ്സ് ഉണ്ടായതിന് ശേഷം മോണിറ്റൈസേഷൻ ആകുന്നതാണ് നല്ലത് എന്നെനിക്ക് മനസ്സിലായി. എന്താണെന്നറിയാം, ഇപ്പം മോണിറ്റൈസേഷനായിട്ട് ഞാൻ ഏകദേശം 2023 24 എൻ്റെ വീഡിയോ എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ കിട്ടിയതാണ്. പക്ഷെ ഇതുവരെ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ കാണുന്നത് എല്ലാവരും ഇതിൽ പറയുന്ന പോലെ ഷോർട്സ് ആണെങ്കിൽ ഒരു 1K, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാലും ഒരു 10K, അല്ലെങ്കിൽ ഒരു 12K, ഇതൊക്കെ കിട്ടിയാലും നമുക്കറിയാമല്ലോ തുച്ഛമായ ഓരോ പൈസയൊക്കെ വീതമാണ് നമ്മുടെ ഇതിലേക്ക് കയറുന്നത്. അങ്ങനെ പിന്നെ ലോങ് വീഡിയോസ് ഇട്ടാലോ ഒരു തരത്തിലുള്ള 3 മിനിറ്റ് ഷോർട്ട് വീഡിയോസിനായ പിന്നെ കുറച്ചൊക്കെ എന്തോ ഒക്കെ കുറച്ച് കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഓരോ പൈസ 2 പൈസയായി അങ്ങനെ കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പറയുകയാണെങ്കിൽ വലിയ ഇതൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ ഉള്ളത് ലോങ് വീഡിയോസാണ്. ലോങ് വീഡിയോസിനെ ഇങ്ങോട്ട് എടുത്താൽ ഏത് നല്ല വീഡിയോ, ഞാൻ ഒത്തിരി നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയും കേട്ടോ. പക്ഷെ ആരും അതിന് കാണാറില്ല. എന്ന് പറഞ്ഞാൽ വ്യൂസ് കിട്ടാറില്ല. വ്യൂസ് ഇല്ലാതെ ആ വീഡിയോസ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇപ്പം ഈയിടെ ഞാനിട്ട ഒരു വീഡിയോ ഈ വൈറലാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണെന്ന്. അതായത് ഒരു 21 days ആയപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ 5 lakh വ്യൂവേഴ്സായി. അത് 3 മിനിറ്റ് താഴെയായിരുന്നു. ഏകദേശം 2.54 minutes അങ്ങനെ ഏതാണ്ടായിരുന്നു അതിൻ്റെ ലോങ് ടൈം. അപ്പം അങ്ങനെ ആ വീഡിയോ അത്രയും ഇതായി. അതിൽ നിന്ന് എനിക്ക് കുറേ സബ്സ്ക്രിപ്ഷൻ കിട്ടി. ഒരു 1000 സബ്സ്ക്രിപ്ഷനും കൂടെ കിട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് പൈസ കിട്ടുന്നതും ഇതിനകത്തുനിന്ന് വരുമാനം കിട്ടുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഒരു വീഡിയോ വൈറലായി. അതുകൂടാതെ വേറൊരു വീഡിയോയ്ക്ക് ഒരു 36K ആയി. ഇങ്ങനെ ഇതിൽ നിന്ന് രണ്ടിൽ കൂടെ എനിക്ക് ഒരു 1000 സബ്സ്ക്രിപ്ഷൻ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വന്നത്.
ഞാനപ്പോൾ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ റീച്ച് ആയതിന് ശേഷം മോണിറ്റൈസേഷൻ ആകുന്നതാണ്. 1000 സബ്സ്ക്രൈബേഴ്സിനെയും 4000 അവേഴ്സും തികച്ചിട്ട് വെറുതെ നമ്മുടെ വീഡിയോ മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വരുമാനം വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് കേട്ടോ. ഇതൊരു വെറൊരു രസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് ഒരു കാര്യവുമില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എന്ത് നല്ല വീഡിയോ ഇട്ടാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ ഒന്നും കിട്ടണമെന്നില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ, ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണമെന്നൊക്കെ എല്ലാവരും പറയത്തില്ലേ, തമ്പുരാൻ വിചാരിക്കണമെന്ന്. ആ ഒരു തമ്പുരാൻ നമുക്കുണ്ട്. ആരാണെന്നറിയാം, നമ്മുടെ യൂട്യൂബ് തമ്പുരാൻ തന്നെ വിചാരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ വീഡിയോ ഇത്രയും ആയത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കാലമായില്ലേ ചെയ്യുന്നു, അതുകൊണ്ട് ഇവർക്കൊന്ന് ഇത് കൊടുക്കാം, ഒരു ഇത് കൊടുത്തേക്കാം, ഒന്ന് പൊക്കി വിട്ടേക്കാം എന്ന് പറഞ്ഞാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും യൂട്യൂബ് അങ്ങനെ ഒരു ഇത് ചെയ്തത് കേട്ടോ. ഞാനത് തീർച്ചയായിട്ടും അതിന് യൂട്യൂബിനോട് മാത്രമല്ല നിങ്ങളോടൊക്കെ, നിങ്ങളുടെ മുന്നിലൊക്കെ ആ വീഡിയോ ഒക്കെ എത്തിച്ചതും നിങ്ങളെ കൊണ്ടത് തുറന്നു നോക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ യൂട്യൂബാണ്. യൂട്യൂബ് അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളത് നോക്കിയത് കൊണ്ടാണല്ലോ എനിക്ക് വ്യൂസ് കിട്ടിയത്. അപ്പം എല്ലാവർക്കും അതിന് വളരെ താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ഇനി എനിക്ക് ചെയ്യാൻ ഞാൻ വരാം. അപ്പോഴത്തേക്ക് അതുവരെ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.